ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം ആണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ 23-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യട്ടെ. ശൗനക ഉവാച ലോകവിഗ്രഹയുക്തസ്യ നാരദസ്യാസ്തിരസ്യ ച വിധിഷ്വവേകുതപ്രീതിഃ സംയോഗ കുത്ര തൈഃ സഹ. ശൗനകര് ഒരു സംശയം ചോദിക്കുകയാണ്. സപ്താഹമായിട്ട് ശ്രവിക്കുന്ന വിധി നാരദ മഹർഷിക്ക് സനൽകുമാരാദികളിൽ നിന്നാണ് ശ്രവിക്കുവാൻ സാധിച്ചത് എന്ന് പറഞ്ഞതിൻ്റെ സംശയമാണ്. ലോകവിഗ്രഹയുക്തസ്യ, ലോകത്തിന്റെ വിഗ്രഹത്തില് നിയുക്തനായിരിക്കുന്നവനും, അസ്ഥിരസ്യ ഒരിടത്ത് സ്ഥിരമായി വസിക്കാത്തവനും ആയ നാരദസ്യ, നാരദ മഹർഷിക്ക് വിധിശ്രവേ, വിധിയാം വണ്ണമുള്ള ശ്രവണത്തിൽ, അതായത് 7 ദിവസം കൊണ്ട് ശ്രവിക്കുക, അതില് പ്രീതിഹി കുതഹ, എപ്രകാരം സന്തോഷമുണ്ടായി, അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്നു. തൈഹി സഹ സംയോഗ കുത്ര, ഈ സനകാദ ഋഷീശ്വരന്മാരുമായുള്ള സംഗമം അദ്ദേഹത്തിന് ഇവിടെ വെച്ചുണ്ടായി. നാരദ മഹർഷിക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട്. ആ ശാപം അദ്ദേഹം അനുഗ്രഹമായിട്ട് സ്വീകരിച്ചു എന്ന കഥ നമുക്കറിയാം. ഒരിടത്തും സ്ഥിരമായി ഇരിക്കാതിരിക്കട്ടെ എന്നിട്ടുള്ളൊരു ശാപം. അപ്പോ അദ്ദേഹം അത് അനുഗ്രഹമായിട്ട് സ്വീകരിച്ചു. കാരണം ഒരു സ്ഥലത്ത് സ്ഥിരമായി വസിക്കുമ്പോഴാണല്ലോ സംഘം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പോ ഓരോ ദിക്കിലും മാറി മാറി വസിക്കുമ്പോ അങ്ങനെ സംഘം ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് ആ ശാപത്തെ അദ്ദേഹം അനുഗ്രഹമായിട്ട് സ്വീകരിച്ചു എന്ന് പറയും. അപ്പൊ ആ ചോദ്യമാണ് ചോദിച്ചത്. അടുത്ത ശ്ലോകം വായിക്കാം. സൂത ഉവാച, സൂതൻ മറുപടി പറയാണ്. അത്രതേ കഥയിഷ്യാമി ഭക്തിപുഷ്ടകഥാനകം ശുകേന മമ യത് പ്രോക്തം രഹ ശിഷ്യം വിചാര്യ ച. അത്ര ഇക്കാര്യത്തില് രഹ ശിഷ്യം വിചാര്യ, ഏകാന്തത്തില് നല്ല ശ്രദ്ധയുള്ള ശിഷ്യൻ എന്ന് വിചാരിച്ചിട്ട്, ശുകേന ശുകരാൽ, മമ യത് പ്രോക്തം എനിക്കായിക്കൊണ്ട് യാതൊന്നു പറയപ്പെട്ടുവോ, ഭക്തി പുഷ്ടകഥാനകം ഭക്തിയുടെ പോഷണത്തിന് കാരണമായിരിക്കുന്ന ആ ആഖ്യാനത്തെ തേ കഥയിഷ്യാമി ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞു തരാം. ഏകാന്ത ശിഷ്യനാവുക, ഏകാന്ത ഭക്തനാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത്രയും ശ്രദ്ധാഭക്തിയുള്ള ശിഷ്യന് രഹസ്യമായ കാര്യങ്ങൾ പോലും ഗുരു ഉപദേശിച്ചു കൊടുക്കാറുണ്ട് എന്നാണ് പുരാണത്തിൽ അങ്ങനെ കാണാം. അടുത്ത ശ്ലോകം വായിക്കാം. ഏകദാതു വിശാലായാം ചത്വാര ഋഷയോമലാഃ സത്സംഗാർത്ഥം സമായാതാ ദദൃശുസ്തത്ര നാരദം. സൂതൻ പറയുകയാണ്, ഏകദാതു ഒരു കാലത്ത്, വിശാലായാം വിശാല എന്നു പേരുള്ള പുരിയുടെ സമീപത്ത്, അമലാഹ പരിശുദ്ധന്മാരായ, ചത്വാരഹ ഋഷയഃ 4 ഋഷിവര്യന്മാര്, സത്സംഗാർത്ഥം സത്സംഗത്തിനായിക്കൊണ്ട്, സമായാതാഹ എത്തിച്ചേർന്നു, തത്ര നാരദം ദദൃശുഹു അവിടെ വെച്ച് നാരദ മഹർഷിയെ കണ്ടു. സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ, സനകാദികൾ എന്ന് പറയും. ഇവര് ജ്ഞാനസ്വരൂപികളാണ്. 4 വേദങ്ങളും ഇവരെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അവർക്കും സത്സംഗം ചെയ്യണമെന്ന് തന്നെ തോന്നി. എന്താ സത്സംഗത്തിന്റെ പ്രയോജനം? സത്സംഗം കൊണ്ട് സത്സംഗത്തിൽ ഏർപ്പെടുന്നവർക്ക് ചിത്തശുദ്ധി ഉണ്ടായി വരും.
മോക്ഷേച്ഛ ഉണ്ടായി വരും, പിന്നെ മോക്ഷവും ലഭിക്കും. അപ്പോ അങ്ങനെ എത്തിച്ചേരുന്ന സമയത്ത് നാരദ മഹർഷിയെ അവിടെ വെച്ചു കണ്ടു. കുമാര ഊജുഹു കഥം ബ്രഹ്മൻ ദീനമുഖഃ കുതശ്ചിന്താതുരോ ഭവാൻ ത്വരിതം ഗമ്യതേ കുത്ര കുതശ്ചാഗമനം തവ. സംസാരിക്കുകയാണ്. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയായുള്ള മഹർഷിയെ, ഭവാൻ കഥം ദീനമുഖഃ, അങ്ങേ എപ്പോഴും സന്തോഷവാനായിട്ട് നാരായണ നാമം നാവിൽ വെച്ചിട്ടാ കണ്ടിട്ടുള്ളത്. നാരായണ നാരായണ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളത്. ഇപ്പൊ എന്താ ദുഃഖിതനായിരിക്കുന്നത്? കുതഃ ചിന്താപരഃ, എന്ത് കാരണം കൊണ്ടാണ് അങ്ങ് വല്ലാതെ ചിന്താകുലനായി കാണപ്പെടുന്നത്? കുത്ര ത്വരിതം ഗമ്യതേ, ദാ ഞങ്ങളെ കണ്ടു, എന്നിട്ടും അങ്ങ് വേഗത്തിൽ എവിടേക്കോ പോകുന്ന പോലെ തോന്നുന്നു. എവിടേക്കാ പോകണേ? കുതഃ തവ ആഗമനം, ഇത്ര ശീഘ്രത്തില് അങ്ങ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇങ്ങനെ ചോദിക്കുകയാണ്. ഇദാനീം ശൂന്യചിത്തോസി ഗതവിത്തോ യഥാ ജനഃ തവേദം മുക്തസംഗസ്യ നോചിതം വദ കാരണം. ഇദാനീം, ഇപ്പൊ അങ്ങയെ കണ്ടപ്പോ ഗതവിത്തഃ ജനഃ യഥാ, സാധാരണക്കാർക്ക് ധനം നഷ്ടപ്പെട്ടാൽ എങ്ങനെയോ അതേപോലെ ശൂന്യചിത്തഃ അസി, അങ്ങ് ശൂന്യമായ മനസ്സുള്ളവനായിട്ട് തോന്നുന്നു. മുക്തസംഗസ്യ തവ, അങ്ങ് ഒന്നിനോട് സംഘമില്ലാത്ത ആളാണല്ലോ. സംഘമില്ലാത്തവർക്ക് ദുഃഖവും ഇല്ല, മനസ്സ് ശൂന്യമാകേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങക്ക് ഇതം ന ഉചിതം, ഇത് ഒരിക്കലും ഉചിതമല്ല. കാരണം വധ, അങ്ങയുടെ ഈ ചിന്തയുടെ ഈ ദുഃഖത്തിന്റെ കാരണം പറഞ്ഞാലും. നാരദ മഹർഷി മറുപടി പറയാണ്. നാരദ ഉവാച അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ. നാരദ മഹർഷി പറയാണ്, ഭൂമി, അതായത് ഉത്തമമായ സർവോത്തമമായ സ്ഥലം എന്ന് നനച്ചുകൊണ്ട് ഞാൻ ഭൂമിയിലെ പ്രവേശിച്ചു. എവിടൊക്കെ പോയി? പുഷ്കരത്തിൽ പോയി, പ്രയാഗത്തിൽ പോയി, കാശിയിൽ പോയി, ഗോദാവരിയിൽ പോയി. ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തതഃ. ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം ഇങ്ങനെയുള്ള തീർത്ഥങ്ങളിലെല്ലാം ഞാൻ ചുറ്റിത്തിരിഞ്ഞു. നാപശ്യം കുത്രചിച്ഛർമ്മ മനസ്സന്തോഷകാരകം കലിനാധർമ്മമിത്രേണ ധരേയം ബാധിതാധുനാ. ഒരിടത്തും മനസ്സന്തോഷകാരകം, മനസ്സിന് സന്തോഷം തരുന്ന ഒന്നും തന്നെ ന അപശ്യം, കണ്ടതേയില്ല. ഈ ധര, ഈ ഭൂമി ഇപ്പോൾ അധർമ്മമിത്രേണ കലിനാ ബാധിത, അധർമ്മത്തിന്റെ ബന്ധുവായിരിക്കുന്ന കലി ബാധിച്ചിരിക്കുന്നു ഭൂമിയെ, കലിയാൽ ബാധിക്കപ്പെട്ടവളായിരിക്കുന്നു. എങ്ങനെയാണ് ബാധിക്കപ്പെട്ടത് എന്നും നാരദ മഹർഷി എന്താണ് കണ്ടതുമെന്നാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. സത്യം നാസ്തി തപഃശൗചം ദയാദാനം ന വിദ്യതേ ഉദരം ഹരിണോ ജീവാ വരാഗാകൂഢഭാഷിണഃ. എവിടെയും സത്യം കണ്ടില്ല, നല്ല തപസ് കണ്ടില്ല, ശൗചം ശുദ്ധി കണ്ടില്ല, മറ്റുള്ളവരോടുള്ള ദയ അത് കണ്ടില്ല, ദാനം കണ്ടില്ല, എവിടെയും കണ്ടില്ല. ജീവാഹ ഉദരം ഭരിണഃ, ഉദരത്തെ ഭരിക്കുന്നവര്, ഉദരനിമിത്തം ബഹുകൃത വേഷം, അല്ലെ? അങ്ങനെയുള്ളവരെ വരാഗാഹ, നിസ്സാരന്മാരായിട്ട്, കൂടഭാഷിണഃ, കളവ് പറയുന്നവരായിട്ട് ഒക്കെ ജീവജാലങ്ങൾ അധപ്പതിച്ചു പോയിരിക്കുന്നു. സത്യം എവിടെയും കാണുന്നില്ല.
പരസ്പരം ചതി, വഞ്ചന, ഇതൊക്കെ കാണുന്നുള്ളൂ. മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാഃ പാഖണ്ഡനിരതാ സന്തോ വിരക്താ സപരിഗ്രഹാഃ. ജനങ്ങള് ഉപദ്രുതാഹ, ഉപദ്രവിക്കപ്പെടുന്നവരായിരിക്കുന്നു. കഴിവുള്ളവൻ കഴിവില്ലാത്തവനെ ഉപദ്രവിക്കും. പാഖണ്ഡനിരതാഹ, വേദമാർഗം അനുശാസിക്കാത്തവരായിരിക്കുന്നു. വേദവിരുദ്ധ മാർഗത്തില് തൽപരരായിരിക്കുന്നു. ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് സുമന്ദമതയഃ, അവര് മന്ദന്മാരായിട്ട്, മന്ദഭാഗ്യന്മാരായിട്ട്, ഭാഗ്യമില്ലാത്തവരായിട്ടൊക്കെ വർത്തിക്കുന്നു. തരുണീ പ്രഭുതാഗേഹേ ശാലകോ ബുദ്ധിദായകഃ കന്യാ വിക്രയിണോ ലോഭാത് ദമ്പതീനാം ച കൽക്കനം. ഗേഹേ തരുണീ പ്രഭുത. ഇങ്ങനെ ഗൃഹനാഥൻ അങ്ങനെയായി തീർന്നാലോ, അധർമ്മിയായി തീരുമ്പോ ഗൃഹത്തില് സ്ത്രീകൾ പ്രഭുത്വം സ്വീകരിക്കുന്നു. സ്ത്രീകൾക്ക് പ്രഭുത്വത്തോടുകൂടിയ നില. ശാലകഃ, നിസ്സാരന്മാര്. ബുദ്ധിദായകഃ, ആ സ്ത്രീകൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. അപ്പൊ എന്താണ്ടാവുക? കുടുംബം നശിച്ചു പോകില്ലേ? അതാ കാണുന്നത്. അപ്പോ ദമ്പതീനാം ച കൽക്കനം, ദമ്പതിമാർക്കിടയിൽ കലഹമുണ്ടായി പിരിഞ്ഞു പോകുന്നു. കന്യാ വിക്രയിണഃ ലോഭാത്, ലോഭം കൊണ്ട് ധനത്തിനു വേണ്ടിയിട്ട് കന്യകമാരെ മാതാപിതാക്കൾ വിൽക്കുന്ന ഒരവസ്ഥ കാണുന്നു. ആശ്രമായവനൈരുദ്ധാസ്തീർത്ഥാനി സരിതസ്തഥാ ദേവതായതനാന്യത്ര ദുഷ്ടൈർനഷ്ടാനി പൂരിശഃ. ആശ്രമധർമ്മങ്ങളെയും പുണ്യസ്ഥലങ്ങളെയും അതേപോലെ തടാകങ്ങളെയും ഒക്കെ ദുഷ്ടന്മാര് നശിപ്പിക്കുന്നു, ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്നു. ന യോഗീ നൈവ സിദ്ധോ വാ ന ജ്ഞാനീ സൽക്രിയോ നരഃ കലിദാവാനലേനാദ്യ സാധനം ഭസ്മദം ഗതം. യോഗിയോ സിദ്ധനോ ജ്ഞാനിയോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളെ കാണാൻ സാധിക്കുന്നില്ല, ഒരാളെയും കാണാൻ സാധിക്കുന്നില്ല. എല്ലാം കലിദാവാനലേന, കലിയാകുന്ന കാട്ടുതീ വ്യാപിച്ചിട്ട് ഉത്തമമായതെല്ലാം ഭസ്മമായി പോയിരിക്കുന്നു. അതായത് ധർമ്മം എവിടെയും പുലരുന്നില്ല, അധർമ്മം വ്യാപിച്ചിരിക്കുന്നു. ഉത്തമമായതൊന്നുമില്ല. സദാചാര രൂപമായിരിക്കുന്ന സാധനം കലിയാകുന്ന കാട്ടുതീയില് ഭസ്മമായി പോയിരിക്കുന്നു. അട്ടശൂലാ ജനപദാഃ ശിവശൂലാദ്വിജാതയഃ കാമിന്യ കേശശൂലിന്യഃ സംഭവന്തി കലാവിഹ. ദേശങ്ങൾ തോറും അട്ടശൂലാഹ, അന്നവിക്രയം കാണപ്പെടുന്നു. ബ്രാഹ്മണരോ വേദങ്ങളെ വിറ്റു നടക്കുന്നു. സ്ത്രീകള് ദുഷിച്ചു പോയിരിക്കുന്നു. ഇപ്രകാരമുള്ള ദോഷങ്ങൾ കലികാലത്ത് കാണപ്പെടുന്നു. കലി ഇതാ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഈ ഭാഗവതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന, സത്യസ്വരൂപമായിരിക്കുന്ന ഭാഗവതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദുരിതങ്ങളെ കൊണ്ട് ഈ ലോകം എത്ര കണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഏവം പശ്യൻ കലേർദോഷാൻ പര്യടന്നവനീമഹം യാമുനം തടമാപന്നോ യത്ര ലീലാഹരേരഭൂത്. ഇപ്രകാരം കലിയുടെ ദോഷങ്ങളെ നോക്കിക്കൊണ്ട് ഭൂമിയില് പര്യടനം ചെയ്ത, അതായത് സഞ്ചരിച്ച ഞാൻ യാമുനം തടമാപന്നഃ, യമുനാ നദിയുടെ തീരത്തെത്തി. എത്ര, യാതൊരിടത്ത്
ഹരേഹി ലീല അഭൂത, ശ്രീഹരിയുടെ ലീല നടന്നിരുന്നില്ലേ. ആ യമുനയുടെ തീരത്ത് ഞാൻ എങ്ങനെയോ എത്തിച്ചേർന്നു. എന്തായിരിക്കും നാരദ മഹർഷി അവിടെ കണ്ടത്? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.